വികലാംഗനായ കൊക്കും മാന്ത്രിക പക്ഷിയും. കാട്ടിലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ മനോഹരമായ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിലായിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്. ഒരു കൂട്ടം കൊക്കുകൾ വൈകുന്നേരം രാവിലെയും അവിടെ വരുമായിരുന്നു. എന്നാൽ ഒരേ ഒരു കൊക്ക് മാത്രം ദിവസം മുഴുവനും അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയിരുന്നു. ദൈവമേ, നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ 2 ചിറകുകൾ തരാത്തത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല. എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. എന്നെ ഒരു മുയലായി ജനിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് വേഗത്തിൽ ഓടാനെങ്കിലും കഴിയുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു തത്തയും വന്നു. മിങ്കു കൊക്കെ, താങ്കൾ എന്നെ ഒന്ന് സഹായിക്കാമോ? ആ സഹായം നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ. അതുപോട്ടെ, എന്താ കാര്യം? നീ എവിടെ നിന്നാ വരുന്നത്? ഞാൻ അടുത്തുള്ള കാട്ടിൽ നിന്നാണ് വന്നത്. രാവിലെയാണ് ഞാനൊരു മുട്ടയിട്ടത്. എന്നാൽ എന്റെ മോശം സമയമായതുകൊണ്ട് മുട്ട കൂട്ടിൽ നിന്നും പഴുതി. അത് ഒരു ഉറുമ്പിന്റെ കൂട്ടിൽ പോയി വീണു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലാണ്. നീ അത് വെളിയിലെടുക്കാൻ ശ്രമിച്ചതേയില്ലേ? ഞാൻ മാത്രമല്ല, ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ശ്രമിച്ചു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലല്ലേ. ആരുടെ കയ്യും കാലും അതിൽ കയറുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടുപയോഗിച്ച് ഉറപ്പായും അതെടുക്കാൻ പറ്റും. ഞാൻ ഉറപ്പായും നിന്റെ കൂടെ സന്തോഷത്തോടെ വരിക തന്നെ ചെയ്യും. എന്നാൽ നിനക്കറിയില്ലല്ലോ, എനിക്ക് ഒരു ചിറകില്ല. എനിക്ക് പറക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായ വേറെ ഏതെങ്കിലും കൊക്കുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വരുന്ന സമയവുമായി. അതുകൊണ്ട് തത്ത അവിടെ തന്നെ താമസിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൊക്കിന്റെ കൂട്ടവും വന്നു. അപ്പോൾ ആ തത്ത എല്ലാവരോടും സഹായം ചോദിച്ചു. നിന്റെ കാട് ഒരുപാട് ദൂരെയാണ്. അവിടേക്ക് ഞങ്ങൾക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല. എന്റെ മുട്ട ആ ഉറുമ്പിന്റെ കൂട്ടിൽ തന്നെ ഇരുന്നാൽ കുഞ്ഞു വെളിയിൽ വരുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ചാകും. പ്ലീസ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കൂ. ഞങ്ങൾ ആ വശത്തേക്ക് പോകാറേ ഇല്ല. അതുമല്ലാതെ നീ ഈ കാട്ടിലെ ആളുമല്ല. അങ്ങനെയുള്ളപ്പോൾ നിന്റെ താല്പര്യത്തിന് ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? എടാ പാപികളെ, നിങ്ങൾ എന്തായി പറയുന്നത്? പാവം ഇതിന്റെ കുഞ്ഞിന്റെ കാര്യമില്ലേ? നിനക്ക് ഇതിന്റെ കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് തന്നെ പോകാമല്ലോ. നിനക്ക് പറക്കാൻ പറ്റില്ലെങ്കിൽ നടന്നു പോ. നിന്റെ അടുത്ത് കാലുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ പറഞ്ഞ് എല്ലാ പക്ഷികളും അവിടെ നിന്നും പോയി. തത്തേ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്റെ കൂടെ ഉറപ്പായും വരാം. അത് കേട്ട് തത്ത സന്തോഷിച്ചു. കൊക്കിനെയും കൊണ്ട് അതവിടേക്കും പോയി. 4 മണിക്കൂർ നടന്നതിനു ശേഷം കൊക്കിന്റെ കാല് വേദനിക്കാനും തുടങ്ങി. അത് ഇടയ്ക്കിടെ കുറച്ചുനേരം വിശ്രമിച്ച് അതിനുശേഷം വീണ്ടും നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ച് വൈകുന്നേരത്തിനുള്ളിൽ അവർ കാട്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ നോക്ക് കൊക്കെ, ഇതാണ് ആ കൂട്. അത് കേട്ട് കൊക്കും അകത്തേക്ക് എത്തി നോക്കി. അപ്പോൾ ഒരുപാട് താഴെ ഒരു മുട്ട കാണാൻ പറ്റി. ഞാൻ ഇപ്പോൾ തന്നെ ഇതെടുത്തു തരാം. അപ്പോൾ മിങ്കു കൊക്ക് അതിന്റെ മെലിഞ്ഞ കഴുത്തകത്തേക്കിട്ട് അതിന്റെ ചുണ്ടുകൊണ്ട് ആ മുട്ട സേഫായി വെളിയിലേക്കെടുത്ത് അത് തറയിലേക്കും വച്ചു. ഇത് കണ്ടതും തത്ത ഒരുപാട് സന്തോഷിച്ചു. നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദി കൊക്കെ. നിന്നെ ഇങ്ങനെ സഹായിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ കാല് നന്നായി വേദനിക്കുന്നു. എനിക്കിനി നാളെ രാവിലെ ഇവിടെ നിന്നും പോകാൻ പറ്റൂ. എന്നാലേ എന്റെ കാല് വേദനയൊന്ന് കുറയൂ. അപ്പോൾ ആ മുട്ടയും അനങ്ങാൻ തുടങ്ങി. എങ്ങനെയോ അതും പൊട്ടി. അപ്പോൾ ആ മുട്ടയ്ക്കകത്തു നിന്നും നീല നിറത്തിലുള്ള ഒരു പക്ഷിയും വെളിയിൽ വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അത് തന്റെ അമ്മയുടെ അത്രയും വലിയ രൂപത്തിലായി പറക്കാൻ തുടങ്ങി. ഇത് കണ്ടതും മിങ്കു കൊക്കിന് അത്ഭുതമായി. ഇതെന്താ ഇത്? നീ ഇപ്പോഴല്ലേ ജനിച്ചത്? പെട്ടെന്ന് നീ വളർന്നല്ലോ. അതുമല്ലാതെ പറക്കുന്നു. ഇതൊക്കെ എങ്ങനെ? നിങ്ങൾക്കിനി നടന്നു പോകേണ്ട ഒരു ആവശ്യവും വരില്ല. ഈ കാട്ടിൽ നിന്ന് നിങ്ങളുടെ ചിറകുകൊണ്ട് ഇനി നിങ്ങൾ പറന്നു പോകും. എനിക്കെങ്ങനെ പറന്നുകൊണ്ടേ പോകാൻ പറ്റും? എനിക്ക് ഒരു ചിറകല്ലേ ഉള്ളൂ. ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ
ഈ പക്ഷി പറഞ്ഞാണ് ചെയ്തത്. ഈ മുട്ട ഞാൻ ഇട്ടതേ അല്ല. അയ്യോ, നിങ്ങൾ തെളിച്ചു പറയൂ. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് മാന്ത്രിക മലയിലാണ്. ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റി. നീ ദൈവത്തിനോട് ഒരു രണ്ടാമത്തെ ചിറക് ചോദിച്ചില്ലേ? ആ കാര്യം എനിക്കറിയാം. അപ്പോൾ ഈ തത്തയോട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷി വിഷമത്തോടെ ഒരു ചിറക് ചോദിക്കുന്നു. അയാളോട് പോയി ഒരു സഹായം ചോദിക്കാൻ പറഞ്ഞു. അയാൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾ നല്ലവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ തത്തയെ ഞാൻ പറഞ്ഞു വിട്ടു. നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ആ ടെസ്റ്റിലും നീ പാസ്സായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് കേട്ടതും കൊക്കിന് ഒരുപാട് സന്തോഷമായി. ഇതാ നിന്റെ സമ്മാനം. അങ്ങനെ പറഞ്ഞ് ആ പക്ഷി ചിറകുകൾ പടപടാന്നടിച്ച് മിങ്കു കൊക്കിനു നേരെ പോയി അതിനെ 3 പ്രാവശ്യം വലം വച്ചു. അവിടെ അത്ഭുതം നടന്നു. മിങ്കു കൊക്കിന് 2 ചിറകുകളും മുളച്ചു. നിന്റെ ചിറകുകൾ നീ ഇപ്പോൾ ഉപയോഗിക്കേ. അത് കേട്ടതും മിങ്കു കൊക്ക് കാറ്റിൽ ചിറകുകൾ പടപടാ എന്ന് അടിച്ച് പറക്കാൻ തുടങ്ങി. അത് ആ സ്ഥലം മുഴുവനും വലം വച്ചു. കൊള്ളാമല്ലോ. യെസ്, ഇപ്പോൾ ഞാനും പറക്കുന്നു. അങ്ങനെ അത് താഴേക്കും വന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ എനിക്ക് ഒരു ചിറകും കൂടി തന്ന് എന്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തന്നു. ഇപ്പോൾ നിനക്ക് സന്തോഷത്തോടെ കാട്ടിൽ പോകാം മിങ്കു. ഓർമ്മയിരിക്കട്ടെ, ഞാൻ സഹായം ചോദിച്ചപ്പോൾ നീ നടന്നു വന്ന് സഹായം ചെയ്തില്ലേ? ഇതേപോലെ നീ എപ്പോഴും എല്ലാവരും സഹായിക്കണം. ഞാൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു ചിറക് കിട്ടിയത്. ഞാൻ പ്രോമിസ് ചെയ്യാം, ഇനിയും ഞാൻ എല്ലാവരെയും ഉറപ്പായും സഹായിക്കും. അങ്ങനെ അവരോട് രണ്ടുപേരോടും ബൈ പറഞ്ഞ് സന്തോഷത്തോടെ അത് ആകാശത്തിലേക്ക് പറന്നുപോയി. അത് അതിന്റെ കൂട്ടത്തിലേക്ക് പോയതും എല്ലാ കൊക്കുകളും അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നെ സന്തോഷപ്പെടുകയും ചെയ്തു. മിങ്കു, നിനക്ക് ഒരു ചിറകും കൂടി എങ്ങനെയാ വന്നത്? അത് കേട്ട് മിങ്കു കൊക്ക് അവരോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിനക്കും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കാം. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ശരി, വരൂ. ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരാം. അത് കേട്ട് കൊക്കിൻകൂട്ടം കാറ്റിൽ പറന്നു. മിങ്കു കൊക്കും അവരുടെ കൂടെ തന്നെ പറന്നു. അവരെല്ലാവരും അവിടെ നിന്നും ദൂരേക്കും പറന്നുപോയി.